വജ്രം സ്വർണ്ണോളൊക്കെ ഇരിക്കുന്നത് നോക്ക്. ബ്രേക്ക്ഫാസ്റ്റ് എന്താ വേണ്ടേ? പുട്ടുകടല. പുട്ടുകൂറ്റി എടുക്കട്ടെ. ഞങ്ങൾ ഇന്ന് നാഷണൽ മ്യൂസിയം ഓഫ് ഖത്തറിൽ വന്നിരിക്കുകയാണ്. മെയിൻ എൻട്രൻസിൽ കൂടിയല്ല, ഞങ്ങൾ ബാക്ക് സൈഡിൽ കൂടിയാണ് കയറിയത്. അപ്പോൾ കയറുന്നിടത്ത് ഇങ്ങനെ ഒരു വലിയ ഷിപ്പൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ഖത്തറിന്റെ ഹെറിറ്റേജിനെ കാണിക്കാനായിട്ടാണ്. അതായത് ഇവിടെ ഈ പെട്രോളിയം ഒക്കെ വരുന്നതിന് മുമ്പ് ഇവർ ഫിഷിങ്ങിലും പിന്നെ അതുപോലെ പേളും ഒക്കെ കളക്ട് ചെയ്തിട്ടായിരുന്നു ഇവിടുത്തെ മെയിൻ ബിസിനസ് എന്ന് പറയുന്നത്. കണ്ടോ, മണ്ണല്ല കേട്ടോ, മണ്ണോലെ ഇരിക്കുന്നല്ലേ. ഇത് ഫുള്ളും നല്ല ഭംഗിയിൽ അവർ ചെയ്തിട്ടുണ്ട് കേട്ടോ. നമുക്കിങ്ങനെ പലയിടത്തുകൂടി ഇങ്ങനെ കുഞ്ഞു വഴികളും കയറിപ്പോയി ഇറങ്ങി വരെ നല്ല രസമുണ്ട് ഇവിടെ കാണാനായിട്ട്. സംഭവ കറക്കുവാണോ ഓടിക്കുവാണോ? സൂക്ഷിക്കണേ, സൈഡിൽ കൂടെ ആണോ? തിരിച്ചു വാ. തിരിച്ചു വരാൻ പറ്റില്ല. ഒരു ഷിപ്പ് അവർ അങ്ങനെ ഉണ്ടാക്കി വെച്ചേക്കാണ് കേട്ടോ. ഞാൻ വെച്ച് കത്താൻ വേണ്ടോ വേണ്ടോ അങ്ങോട്ട് എത്തിക്കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തൂടെ കാല് താഴേക്ക് പോകും. പിടിച്ച കോർണിഷിന്റെ മ്യൂസിയം ഓഫ് ഇസ്ലാമിക് ആർട്ടിന്റെ സൂക്വാക്കീഫിന്റെ ഒക്കെ അടുത്തായിട്ടാണ് ഇത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. വജ്രം സ്വർണ്ണോളൊക്കെ ഇരിക്കുന്നത് നോക്ക്. ഈ മണ്ണിനൊരു പ്രത്യേകത എന്താ അറിയോ, നമുക്ക് കൈ കൊണ്ട് പാരി എടുക്കാൻ പറ്റില്ല. നീ അത് ഇവിടെ കൂടെ നടക്കാൻ പറ്റൂല കേട്ടോ. ഇങ്ങനെ ഓടാൻ പറ്റും. ഇതിലിട്ടാണ് ഐസൊക്കെ നേരത്തെ കറക്കി വീഴ്ത്തിയത്. സൂക്ഷിച്ചല്ലേ, നല്ല ഇടിച്ച്. ഇവിടെയുണ്ട് വജ്രം. ഇത് വജ്രമല്ല, അതുണ്ടായിസു കൊമ്പ്, ആനക്കൊമ്പാന്നോ? മൂന്നാലോട്ട് വീണപ്പോ സുഖായല്ലേ. നിങ്ങൾക്ക് ഇങ്ങോട്ട് മെട്രോയ്ക്ക് വരാൻ കേട്ടോ. നാഷണൽ മ്യൂസിയം മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങിയാൽ മതി. ഗോൾഡ് ലൈനിലാണ് വരുന്നത്. ഇത് നോക്ക്, പണ്ടത്തെ ഡയറക്ഷൻ എഴുതി വെച്ചേക്കുന്ന നോക്ക്. ഐസ് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് എന്താ വേണ്ടേ? പുട്ടുകടല. പുട്ടും കുറ്റി എടുക്കട്ടെ. കുറ്റി പറക്കല്ലേ, ഇത് പോനില്ലല്ലോ. അല്ലെങ്കിൽ ആയാലോ വെള്ളം കിട്ടും. നമ്മളിപ്പോ എവിടെ ഐസു? ഇപ്പൊ നമ്മള് ഖത്തർ നാഷണൽ മ്യൂസിയം. യെസ്, നിങ്ങൾ ഈ കാണുന്നതാണ് ഖത്തർ നാഷണൽ മ്യൂസിയം. ഈ മ്യൂസിയത്തിന്റെ കോൺസെപ്റ്റ് എന്താണെന്ന് അറിയോ? ഡെസേർട്ട് റോസിന്റെ ഷേപ്പിലാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. നോക്ക്, ഇന്ന് ഖത്തർ നാഷണൽ മ്യൂസിയം ഡേ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ മ്യൂസിയംസ് എല്ലാം ഫ്രീ എൻട്രി ആണ്. ഇന്നൊരു ദിവസത്തേക്ക് മാത്രമേ ഉള്ളൂ. ബാക്കി ദിവസത്തേക്കാണെങ്കിൽ ഇവിടെ നമുക്ക് എൻട്രി ഫീ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഇതിനു മുമ്പ് ഇത് 3-4 വട്ടം വന്നിട്ടുള്ളതാണ്. ഫാമിലിയായിട്ടും ഫ്രണ്ട്സായിട്ടൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ഇതിപ്പോൾ ഇന്ന് എന്തായാലും ഫ്രീ എൻട്രി ആയതുകൊണ്ട് ഒന്നുകൂടി വരാമെന്ന് വെച്ചിട്ട് വന്നതാണ്. സൺഡേ, മൺഡേ, വെനസ്ഡേ, സാറ്റർഡേ 9 AM to 7 PM വരെയാണ്. തേഴ്സ്ഡേ 9 AM to 9 PM. ഫ്രൈഡേ ഉച്ചയ്ക്കാണ് തുടങ്ങുന്നത് 1:30 PM to 7 PM. ട്യൂസ്ഡേ മാത്രമേ ഇത് അടച്ചിടുള്ളൂ. ചേച്ചി മമ്മിയൊക്കെ വന്നപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഫോട്ടോസൊക്കെ എടുത്തായിരുന്നു. ഇതുണ്ടോ, ഇത് മ്യൂസിയത്തിൻ്റെ അകത്തുള്ള ഒരു ഗിഫ്റ്റ് ഷോപ്പാണ്. ഇവിടെ ഇങ്ങനെ പല പല ഐറ്റംസ് ഉണ്ട് ഈ ഖത്തർ റിലേറ്റഡ് ആയിട്ടുള്ള. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ എന്തെങ്കിലും ഓർമ്മയ്ക്കായിട്ട് ഇവിടെ വാങ്ങിച്ചിട്ട് പോകാൻ പറ്റും. ഇതിന് ഇൻറ്റീരിയർ ഉണ്ടോ, നല്ല രസമില്ലേ കാണാനായിട്ട്. ഇതിങ്ങനെ കുറേ നമുക്ക് സാധനങ്ങളുണ്ട് കേട്ടോ. ബുക്സ്, സോവനീഴ്സ് ഒക്കെ നമുക്ക് ഇവിടെ നിന്ന് വാങ്ങിച്ചിട്ട് പോകാം.
ക്യൂട്ട് ഐറ്റംസ്. കാര്യമായിട്ട് എന്തോ നോക്കുന്നുണ്ട്. എന്താ നോക്കുന്നത്? ഗോൾഡ് 22K വെള്ളത്തില്. ഗോൾഡാണോ അത്? ശരിക്കും പ്യൂർ ഗോൾഡ് ആണോ? പ്യൂർ ഗോൾഡ്. നോക്കട്ടെ, കാണിച്ചേ. പക്ഷെ ഇത് നമുക്ക് തിരിച്ചു കൊടുത്ത റീസെയിൽ വാല്യൂ ഉണ്ടാവും? നാട്ടിലേക്ക് കിട്ടും. ഗോൾഡ് അല്ലേ ഇതും. മീറ്റോറൈഡ്, ആസ്ട്രോയിഡ്. ഇത് ഷാർക്ക് ടൂത്ത്. ഇങ്ങനത്തെ പല 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 ടൈപ്പ് ഇവിടെ കാണാം കേട്ടോ. സ്റ്റോൺസും അങ്ങനത്തെ കുറേ വെറൈറ്റി സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഖത്തർ റെസിഡൻസിന് QID ഉണ്ടെങ്കിൽ ഇവിടെ ഫ്രീ ആണ് കേട്ടോ എൻട്രി. പിന്നെ അതുപോലെ തന്നെ 16 ഇയേഴ്സ് അണ്ടർ ആയിട്ടുള്ള കുട്ടികൾക്കും ഫ്രീ ആണ്. നോൺ റെസിഡൻസിന് ഇവരെ 50 ഖത്തർ റിയാലാണ് എൻട്രി ഫീ വരുന്നത്. ഇവിടെ ഞങ്ങളുടെ ഒരു ഫോട്ടോ ഉണ്ട് കേട്ടോ. ഈ സ്ഥലത്ത് നല്ല ചൂടുണ്ട്. ഇത് പുതിയതായിട്ട് അവരെ ചെയ്തേക്കാണ് കേട്ടോ. രസമില്ലേ? സെക്കൻഡ് അകത്ത് പോവാം. വെൽക്കം ടു ഖത്തർ നാഷണൽ മ്യൂസിയം. അങ്ങനെ നമ്മൾ നടന്ന് മ്യൂസിയത്തിൻ്റെ അകത്ത് കയറിയേക്കാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ വേറൊരു എൻട്രൻസ് ഉണ്ട്. അതിപ്പോൾ കുറച്ച് ഗാലറീസ് മെയിൻ്റനൻസ് വർക്ക് ആയിട്ട് അടച്ചിട്ടേക്കാന്ന് പറഞ്ഞേ. ഇതുണ്ടോ, ഇവരുടെ ഹിസ്റ്ററി, പേളിംഗ് ടെക്നിക്കൊക്കെയാണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തേക്കുന്നത്. നമുക്ക് ഓർമ്മയുണ്ടോ ഐസ്? നമ്മൾ വീട്ടുകാരായിട്ടൊക്കെ വന്ന് ഞങ്ങൾ ഇവിടെ ഗ്രില്ലൊക്കെ ചെയ്തിരുന്നു. ഉണ്ടോ, ഇത് നമ്മൾ വന്നപ്പോഴത്തേക്ക് ഫിഷ് ഗ്രില്ലായിരുന്നു അല്ലേ ഐസ്? ഫിഷൊക്കെ എടുത്ത് മാറ്റി വരും. ഇപ്പൊ ഒരു സൂപ്പാക്കി ഐസ് പലരും എടുക്കാൻ ശ്രമിക്കുന്നുണ്ട്, ഒന്നും കിട്ടിയില്ല കേട്ടാ. നിങ്ങൾ നീന്താ തുഴയാൻ പോണേണ് ഐസ്. തുഴ നോക്കി ഇരുന്ന് തുഴഞ്ഞേ ഇരിക്കൊന്നുമില്ല. ആണോ തുഴയുമ്പോൾ ഞാനും ഇവിടെ നിന്ന് തുഴയുന്നുണ്ട് കേട്ടോ. നമ്മളിവിടെ നിന്ന് തുഴയുമ്പോഴത്തേക്കും അത് സ്പീഡിൽ തോണി പോവേ കണ്ടോ. കുറച്ച് ആൾക്കാരും കൂടെ വേണം കണ്ടോ. ഐസൊക്കെ അവിടെ വെറുതെ ഇടായിപ്പോൾ തുഴയല, അതൊരു മുട്ടി. ആൾക്കാർ നീണ്ടുപോയി പേഴ്സൊക്കെ കളക്ട് ചെയ്യുന്നത്. ഡിസ്പ്ലേ ഒക്കെ നോക്കിക്ക് ഐസ്. ഐസക് എന്താണ് എന്താ ഒരു റോള് ഫുള്ള് ഇവരിങ്ങനെ ഡിസ്പ്ലേ ചെയ്തേക്കുവാണ് കേട്ടോ. ഇവിടുത്തെ ഫിഷിങ്ങിൻ്റെ ഒക്കെ ടെക്നിക്ക്. ഇവിടെ ഖത്തറിൽ വന്നു കഴിഞ്ഞാൽ എന്തായാലും വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ് കേട്ടോ. ഇവിടെ ഇങ്ങനെ നടക്കുമ്പോഴത്തേക്കും സമയം പോകുന്നേ അറിയില്ല. അത്രയും കുറേ കാര്യങ്ങൾ ഇവിടെ കാണാൻ എക്സ്പീരിയൻസ് ചെയ്യാനുണ്ട്. എന്താ ഐസ് ബാക്കി കാണുന്നത്? പേൾ പിടിക്കുന്നത്, ഹാർവെസ്റ്റിംഗ് ചെയ്യുന്നു. നമുക്ക് പേള് പണ്ട് ഇവരെ എങ്ങനെ പിടിച്ചിരുന്നതെന്നൊക്കെ ഒരു സ്ക്രീനിൽ ഇങ്ങനെ കാണിച്ചേക്കുവാണ്. ഇതുണ്ടോ അവരുടെ പണ്ടത്തെ ആർക്കിടെക്ചറൽ ഫോംസ് ഒക്കെ കാണിച്ചേക്കാണ്. അതായത് ഇസ്ലാമിക് ആർട്ടിൻ്റെ ജോമെട്രീസ് ഒക്കെ വെച്ചിട്ട് ഇവരെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന പണ്ട് ബിൽഡിങ്സ് ഒക്കെ യൂസ് ചെയ്തിട്ടുള്ള സംഭവങ്ങളൊക്കെയാണ് ഈ കാണുന്നത്. ബോംബ് സ്മോക്കിങ് സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. ഇതിൽ ഏതായിട്ട് ഇഷ്ടപ്പെട്ടാ ഒരെണ്ണം ചൂസ് ചെയ്യും ഇവിടെ നിന്ന്. എന്ത് അതിൻ്റെ പേരെന്താ അറിയോ? ഒരലെന്നല്ലേ പറയുന്നത്? ഒരലെന്നാണോ അല്ലെങ്കിൽ മറ്റേതാണോ? ഇത് വരുന്നുണ്ടോ? ഒലക്ക. ഒലക്ക അത് ഒരെണ്ണത്തിന്റെ ആവശ്യമുണ്ട്. നീ ഉണ്ടല്ലോ എന്തിനാണ് വെറുതെ വെടി വെക്കുന്ന സാധനം. തോക്കല്ല, ഞാൻ ദൂരെ നോക്കിയ തോക്കാണ്. തോക്ക് വെച്ച ഒരു മീൻ എന്നെ പിടിച്ചോണ്ടിരുന്നത്. ദൂരെ നോക്കിയ തോക്കോലുണ്ട്. ഇത് പെട്ടെന്ന് നോക്കിയ തോക്കുണ്ട്. പക്ഷെ മതി 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 ഒരു കണ്ണടയും വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഒരു അത് തോക്കാണോ അത് വേറെ എന്തെങ്കിലും ആണോ എന്ന് മനസ്സിലാക്കി കഴിവ് കർത്താവ് കൊടുത്തിട്ടില്ല. പണ്ട് കളക്ട് ചെയ്ത് പേഴ്സൊക്കെ വെച്ചേക്ക് നോക്ക്. താളിയുള്ള ഗ്രന്ഥങ്ങൾ. അത് വായിക്കേ. ഓയിൽ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് പേളായിരുന്നു ഇവിടുത്തെ മോസ്റ്റ് വാല്യുബിൾ എക്സ്പോർട്ട് ഐറ്റം. ഐസക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു ഇവിടെ പേൾ ഇൻഡസ്ട്രി. എപ്പോഴും ഇവിടെ വരുമ്പോൾ ഞാൻ വിചാരിക്കും അടുത്ത പ്രാവശ്യം ഇവിടെ വരുമ്പോൾ ഇതുപോലത്തെ ഡ്രസ്സ് ചെയ്ത് വരണമെന്ന്. പക്ഷെ നടക്കാറില്ല. ആണ് പണ്ടത്തെ പെണ്ണുങ്ങളൊക്കെ ഇവിടെ നടന്നിരുന്നത്. പല ടൈപ്പ് ബൂർക്കാസാണ് ഇത്. ഏറ്റവും ഇഷ്ടപ്പെട്ട ബൂർക്ക ഏതാ? ഏറ്റവും ഇഷ്ടപ്പെട്ട സ്റ്റൈൽ ഏതാ ഇതില്?
എല്ലാം നല്ല എന്നല്ല ഒരെണ്ണം ചൂസ് ചെയ്യാൻ പറഞ്ഞാൽ ഏത് ചൂസ് ചെയ്യും? ഏത് ഇതോ? ഓക്കെ, ഐസുവിന്റെ ഫേവറേറ്റ് ഇതാണ്. പിള്ളേർ വന്നിട്ട് ഇങ്ങനെ മാലയുടെ അപ്പൻ്റെ ഫോട്ടോ എടുത്തേ ഐസൊക്കെ അവിടെ പോയി നിൽക്കുക. പിള്ളേരാണ് ഇരിക്കുന്നത് ഇങ്ങനെ ഓരോ മാലയപ്പം നിൽക്കണ്ട. ഞാൻ പറഞ്ഞ കേട്ടൂടെ പോസ് ചെയ്യുന്നുണ്ട്. ഇതിലേക്ക് പൊളി, സൂപ്പർ, സന്തോഷമായിട്ടാ. തിരിച്ചു തന്നെയാണ്. ഇതുണ്ട് പല ക്രൗൺസ്. ഞാൻ എൻ്റെ വെഡിങ്ങിന് ഇതുപോലത്തെ ഒരു ക്രൗൺ വെച്ചിട്ടുണ്ടായിരുന്നെ. അതൊക്കെ അപ്പം മ്യൂസിയത്തിൽ കയറുമോ? അത് രാജാക്കന്മാര് രാജ്ഞികളുടെ കാര്യം പറയുന്നത്. നീ രാജാവല്ലാത്തോണ്ട് കയറില്ലായിരിക്കും അല്ലേ? രാജ്ഞി ഒറ്റക്ക് കയറില്ല. ഓരോ സ്ഥലത്തേക്കുള്ള മാപ്പാണ്, ഡയറക്ഷൻസ് ഒക്കെ വെച്ച് കൊടുത്തേക്കുന്നത്. പോർച്ചുഗീസുകാർ ഗൾഫിൽ വന്ന ആ സംഭവ സ്റ്റോറിയാണ് ഇത് പറയുന്നത്. ഇവിടെ ഖത്തറീസിനെ അറ്റാക്ക് ചെയ്തത് പഴയ കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഇവളുടെ ഒക്കെ ഒരു കാലഘട്ടത്ത്. നീ അതിലും പഴയതാ. ഏതാണ് കർത്താവിന്റെ കാലഘട്ടം? മതി മതി, കത്തി വെക്കണ്ട. ബാലെടുത്താൽ അങ്കക്കലി. ഇതെല്ലാം മാപ്പാണ് ഓരോ സ്ഥലത്തേക്കുള്ള. ഇന്ത്യയിൽ ഇതിലെന്തോ വ്യത്യാസം ഉണ്ടല്ലോ. പണ്ടത്തത് നമ്മള് ഇന്ത്യ പാകിസ്ഥാനൊക്കെ ഭാഗം. നിങ്ങൾ വിചാരിക്കുന്നത് കർത്താവാണ്. ഷെയ്ഖ് അബ്ദുള്ള. ടൈപ്സ് ഷേപ്സിന്റെ അല്ലേ? ഇതെന്താന്നറിയാവോ? സ്റ്റാർട്ടിങ്ങിൽ യൂസ് ചെയ്ത ഡ്രിൽസും കാര്യങ്ങളും ഒക്കെയാണ്. ഇതിന്നൊക്കെയാണ് രക്ഷപ്പെട്ടു പോയത്. ഇത് കണ്ടോ? ഇതൊക്കെ കണ്ടോ? ഖത്തറിന്റെ തുടക്കം വെച്ച സ്ഥലങ്ങളാണ്. ഖത്തർ ഡെവലപ്പ് ആയത് ഓയിൽ വന്ന പിന്നെ ഓയിൽ എക്സ്ട്രാക്ഷൻ ഇവിടെ യൂസ് ചെയ്ത എക്യുപ്മെന്റ്സ് ആണ് ഇത് മൊത്തം. രാജാവിന്റെ കസേര. രാജാവിന് എന്താ ഇത്രയും ദയനീയ കസേര? ഇത് ഭയങ്കര സംഭവല്ലേ. കണ്ണാടി അത് കുറെ ഓടിയൊക്കെ ഉണ്ടല്ലോ. ഭരിച്ചേനാണ്. ഇല്ല, ഇത് അബ്ദുള്ള അല്ല, ഇത് ഖാലിഫ, ഷെയ്ഖ് ഖാലിഫ. മമ്മീനെ വിളിച്ച ഇന്ത്യയിലോട്ട്. വിളിച്ചിട്ട് കണക്ട് ചെയ്യുമ്പോ പറയാനേ. പഴയ റേഡിയോ ടി വി ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. എടാ ഐസ് നോക്കിയേ. മമ്മീനെ കിട്ടിയില്ലെങ്കിലും എനിക്ക് ഇയാള് സംസാരിക്കുന്നത് കേൾക്കാം. ഇയാള് ആണോ? നീ കേട്ടോ? സ്വർഗത്തിലേക്കാണോ വിളിച്ചേ? കേക്കുന്നുണ്ടോ? കേക്കുന്നില്ലേ? എന്റെ വക ചോദിച്ചു. ഹലോ ഷെയ്ഖ് അബ്ദുള്ള, പിള്ളേരൊക്കെ പോയി കേൾക്കാ. ഓക്കെ ശരി. ബിസിയാണ്, മീറ്റിംഗിലാ. നാളെ വിളിക്കാം. പല കാസ് എല്ലാം അറബിയിൽ ഇരുത്തിക്കണോണ്ട് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇത് ഒരാൾ ഡിസൈൻ ചെയ്തേക്കുന്ന കാർസാണ്. ഇത് 1960 to 2020s കാർസാണ് ഇവർ ഡിസ്പ്ലേ ചെയ്തേക്കുന്നത്. ഇവിടുത്തെ കുറച്ച് മെയിൻ ഗാലറീസ് അടച്ചിട്ടേക്കുവാണ് കേട്ടോ. എന്തൊക്കെയോ റിനോവേഷൻ വർക്ക്സ് നടക്കുകയാണെന്ന് പറഞ്ഞു. ഇത് ഞങ്ങൾ മമ്മിയും ചേച്ചിയും ഒക്കെ വന്ന സമയത്ത് അവരായിട്ട് വന്നപ്പോഴുള്ള കുറച്ച് ക്ലിപ്സാണ് ആഡ് ചെയ്യുന്നത്. കാരണം ഞങ്ങൾക്ക് ഇപ്പോൾ കുറച്ചിന് ഒരു 3-4 മാസമൊക്കെ അത് അടച്ചിട്ടേക്കെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഒന്നും കയറാൻ പറ്റില്ല. ഇപ്രാവശ്യം വീഡിയോ എടുക്കാൻ വന്നപ്പോഴേ ഇങ്ങോട്ട് വന്നേ. അന്നൊരു അന്ന് രണ്ടും വെച്ചോ.
വെച്ചോ, രണ്ട് കൈ വെച്ചോ. ചേച്ചി കൈ മാറ്റി. ഇതാണ് മമ്മിയുടെ കൈ. യെസ്. അതിലൊക്കെ മൂക്കിട്ട് കുത്തി പോയി. എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടോ. ഒരു കേവി കയറാൻ പോവാണ് ഇനി. ആ അണ്ടാക്ക കൂസെ അബുവിന്റെ കൂസെ തുറന്നിടു സിസേ. ആയി. യെസ്, കണ്ട എന്റെ തുറന്നിടു സിസേ അല്ലാതെ തുറന്ന. പോന്തല്ലേ സൂക്ഷിക്കണേ, കടിക്കും. ദൈവം സൂക്ഷിച്ച് നടക്കണ ഐസു. ഇതൊക്കെ കടിച്ചു. കൊള്ളാല്ലേ. ബാറ്റ് കിടക്കണുണ്ടോ പൊക്കത്ത് മൊത്തം? ഉറങ്ങ. എന്ത് സാധനോടാ? ഇതാണത്. ഇവിടെ കൂടി ഉരുണ്ട് അങ്ങോട്ട് പോയസു. ഇതാ പോയിന്നോ. അപ്പം അത്രേ ഉള്ളൂ വീഡിയോ. ഞങ്ങൾ മ്യൂസിയം എല്ലാം കണ്ടു കഴിഞ്ഞതേ തിരിച്ച് പോകാൻ പോവാൻ കേട്ടോ. ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.